Hello everyone. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ ന്യൂസ് പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും ഇൻസ്പയർ അവാർഡ്സ് കിട്ടിയിട്ടുള്ള സ്റ്റുഡൻസ് അതിൻ്റെ ന്യൂസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താണ് ഈ ഒരു ഇൻസ്പയർ അവാർഡ്, അല്ലെങ്കിൽ ഇത് ആർക്കൊക്കെയാണ് കിട്ടുന്നത്, എന്തൊക്കെ ചെയ്യണം, അതിലോട്ട് എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതൊക്കെ കുറേ ആളുകൾക്ക് ഡൗട്ട് ഉണ്ട്. അപ്പോൾ അത് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതൊന്ന് ക്ലാരിഫിക്കേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്പയർ അവാർഡ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഒരു ഇന്നോവേറ്റീവ് തിങ്കിങ്, അവർക്കുള്ള പുതിയ ഐഡിയാസ്, അവർക്ക് ടെക്നോളജിയോടുള്ള അവർക്കുള്ള ഇൻട്രസ്റ്റ്, ഇതെല്ലാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇൻസ്പയർ അവാർഡ്സ് എന്ന് പറയുന്നത്. അത് ഒരു വൈഡ് കാറ്റഗറിയാണ്. അത് ഒരുപാട് ആളുകൾക്ക് പല കാറ്റഗറിയിലായിട്ട് ഈ ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂൾ സ്റ്റുഡൻസിനും ഇതിലൊരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഇതിന് മുന്നേ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഇത്തരത്തിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കേരള ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ അതിൽ പെടുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇൻസ്പയർ അവാർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇൻസ്പയർ അവാർഡ്സ്. ആക്ച്വലി ഇൻസ്പയറിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത് ഇന്നോവേഷൻ ഇൻ സയൻസ് പെർസ്യൂട്ട് ഫോർ ഇൻസ്പയർഡ് റിസർച്ച് എന്നുള്ളതാണ്. ഓക്കെ, അതായത് നമ്മുടെ ഈ ഒരു ഇന്നോവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സയൻസിൽ, എസ്പെഷ്യലി സയൻസിലെ ഒരു ഇന്നോവേറ്റീവ് കാര്യങ്ങൾ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊന്ന് എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിൽ തന്നെ വരുന്ന ഒരു മാനക് എന്ന് പറയുന്ന ഒരു സ്കീമാണ് ഇത്. ആക്ച്വലി മില്യൺ മൈൻഡ്സ് ഓഗ്മെൻറ്റിംഗ് നാഷണൽ ആസ്പിറേഷൻ ആൻഡ് നോളജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാനക് എന്ന് പറയുന്ന സ്കീമിൻ്റെ അണ്ടറിലാണ് ആക്ച്വലി ഇത് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇൻസ്പയർ സ്കീം കൊണ്ടുവന്നിട്ടുള്ളത് ആക്ച്വലി നമ്മുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ ഒരു സ്കീം എന്ന് പോലെ, അതായത് പ്രൈം മിനിസ്റ്ററാണ് ആക്ച്വലി ഇത് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ 2008 ഓക്കെ 2008 ആക്ച്വലി ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ ഇത് ലോഞ്ച് ചെയ്യുന്നത്. 2009 മുതൽ 2010 വരെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഇയറിൽ മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സ്കീം കൊടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, DST എന്ന് പറയുന്ന നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇൻസ്പയർ അവാർഡ് സ്കീം ആ ഒരു ടൈം മുതൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പെടുന്ന ഒരു 10 to 32 ഇയേഴ്സ് വരുന്ന ആളുകൾ, ഓക്കെ, നമ്മുടെ സ്റ്റുഡൻസ് മുതൽ വലിയ ആളുകൾ വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സ്കീമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഇതിൻ്റെ സെപ്പറേറ്റ് വിങ്ങുകൾ, അത് ഇൻസ്പയർ അവാർഡ്സിൻ്റെ സെപ്പറേറ്റ് വിങ്ങുകൾ. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ദ ഇൻസ്പയർ അവാർഡ് എന്ന് പറയുന്നത് ക്ലാസ് 6 to 10, 6th മുതൽ 10th സ്റ്റാൻഡേർഡ് വരെ പഠിക്കുന്ന സ്റ്റുഡൻസിനായിട്ട് ഇൻസ്പയർ അവാർഡ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അതാണ് ഇപ്പോൾ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുക, ന്യൂസുകളൊക്കെ വന്നിട്ടുള്ളതാണ്. അതുപോലെ ഇൻസ്പയർ ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് 16 to 17 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇൻസ്പയർ സ്കോളർഷിപ്പ് ഉണ്ട് UG PG ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്. ഇൻസ്പയർ ഫെലോഷിപ്പ് PhD ചെയ്യുന്ന ആളുകൾക്ക്. ഇൻസ്പയർ ഫാക്കൾട്ടി 27 to 32 ഇയേഴ്സ് ഏജ് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു പ്രോഗ്രാം. ഇങ്ങനെ ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻസ്പയർ അവാർഡിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇൻസ്പയർ അവാർഡ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് initiative to foster the culture of innovation and creative thinking among school students. നിങ്ങൾ നോട്ട് ചെയ്യണം, സ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. ടു അഡ്രസ് ദ സൊസൈറ്റിയൽ നീഡ് ത്രൂ സയൻസ് ആൻഡ് ടെക്നോളജി, നമ്മുടെ സൊസൈറ്റിയിലുള്ള പല കാര്യങ്ങൾക്ക് വേണ്ട സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതിന് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഹൈസ്കൂൾ സ്റ്റുഡൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് മെയിൻലി ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അട്രാക്ട് ടാലൻറ്റ്, ഹാവ് ദം എക്സ്പോസ്ഡ് ടു സയൻസ് അറ്റ് ആൻ ഏർലി ഏജ് 10 to 15 ഇയേഴ്സ് ഓർ സ്റ്റാൻഡേർഡ് 6 to 10 ആൻഡ് ഹെൽപ്പ് ടുവേർഡ്സ് ബിൽഡിംഗ് എ ക്രിട്ടിക്കൽ ഹ്യൂമൻ റിസോഴ്സ് പൂൾ ഫോർ സ്ട്രെങ്തനിങ് ആൻഡ് എക്സ്പാൻഡിംഗ് ദെയർ സയൻസ് ആൻഡ് ടെക്നോളജി സിസ്റ്റം ആൻഡ് ഇൻക്രീസ് ദ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ബേസ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചാണ് അവരുടെ ഒരു ഒബ്ജക്റ്റീവ്. ബേസിക്കലി നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, അവരുടെ ഒരു സ്കില്ല്, ടെക്നിക്കൽ സ്കില്ലും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ അവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു മാനക് എന്ന് പറയുന്ന ഒരു രീതിയിലാണ് അവരിത് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരുപാട് ആളുകൾ, അതായത് നമ്മുടെ തന്നെ ഈ ഒരു ഇന്ത്യൻ ഗവൺമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഒരുപാട് മിഷനറീസ്, ഒരുപാട് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഒരുപാട് ഓർഗനൈസേഷൻസ്, ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവ്, നിങ്ങൾക്കറിയാം സ്റ്റാർട്ടപ്സിനെ ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള ഇനിഷ്യേറ്റീവാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഐഡിയാസ് നല്ല ഐഡിയാസ് ആണെങ്കിൽ അതിനെ സ്റ്റാർട്ടപ്പ് ആക്കാനും ഫ്യൂച്ചറിൽ ഒരു കമ്പനി ആക്കാനും വരെ എന്ത് ചെയ്യുന്നു, ഇവർ സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മോഡൽ, അല്ലെങ്കിൽ എവിടെ മുതൽ സ്കൂൾസ് മുതൽ എങ്ങനെയാണ് ഇതിന് ടോപ്പ് ലെവൽ വരെ എത്തുന്നത് കാണിക്കുന്ന ഒരു സിസ്റ്റമാണ്, അല്ലെങ്കിൽ ഒരു ഫ്ലോ ചാർട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുന്നേ ജസ്റ്റ് നമുക്ക് ഇതിൽ ഓരോ സ്റ്റെപ്പ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, എന്നിട്ട് ഈ ഒരു സ്റ്റെപ്പിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെയാണ് വരിക. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വരുന്ന അവയർനെസ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് ഓഫ് ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് ആൻഡ് സ്കൂൾ ലെവൽ ഫംഗ്ഷണറീസ് അക്രോസ് ദ കൺട്രി ത്രൂ റീജിയണൽ വർക്ക്ഷോപ്സ്, ഓഡിയോ വിഷ്വൽ ടൂൾസ് ആൻഡ് ലിറ്ററേച്ചർ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ ഒരു ക്യാമ്പയിനിങ് അവിടെ നടത്തും. എന്നിട്ട് organizing internal competitions in schools and nominations of 2 to 3 best original ideas in any Indian language by respective the principal or headmaster online through EMIAS. ഓക്കെ, നമ്മുടെ വെബ്സൈറ്റ് ആണ് മാനേജ്മെൻറ്റ് ഓഫ് ഇൻസ്പയർ അവാർഡ് സ്കീം പോർട്ടൽ ഓൺ വെബ് ലിങ്ക്. ഓക്കെ, അതായത് സ്കൂൾസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഫസ്റ്റ് ലെവൽ നടക്കുന്നത്. അപ്പോൾ ആ സ്കൂൾസിൽ നിന്ന് 2 to 3 ഐഡിയാസ് എന്ത് ചെയ്യാം, അവർക്ക് പ്രൊമോട്ട് ചെയ്യാം. ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ ഹെഡ്മാസ്റ്റർക്ക് അതിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. The new school may also register themselves on EMIS portal. Okay, ആ പോർട്ടൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. Then short listing of top 1 lakh ideas with the potential to address societal needs through science and technology by National Innovation Foundation. Okay, അതിൽ നിന്ന് എന്ത് ചെയ്യും, ഒരു 1 lakh ഐഡിയാസ് അവരെന്ത് ചെയ്യും, സെലക്ട് ചെയ്യും, ടോപ്പ് 1 lakh ഐഡിയാസ്. Then disbursement of
disbursement of Inspire Award of INR 10,000 into bank accounts of students through direct benefit transfer DBT scheme എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതായത് ഇവർക്ക് 10,000 രൂപീസ് എന്ത് ചെയ്യും, അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും, അവരുടെ ഐഡിയ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ടെക്നോളജി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു എക്സ്പെൻസ് ആയിക്കൊണ്ട്. ദെൻ ഓർഗനൈസേഷൻ ഓഫ് ഡിസ്ട്രിക്ട് ലെവൽ എക്സിബിഷൻ ആൻഡ് പ്രൊജക്ട് കോമ്പറ്റീഷൻ DLEPC by district or state authorities and short listing of 10,000 best ideas innovations for state level exhibition and project competitions. ആ 1 lakh നിന്ന് എത്ര ആളുകളെയാണ് അവർ സ്റ്റേറ്റ് ലെവലിലോട്ട് ഡിസ്ട്രിക്ട് ലെവലിലോട്ട് സെലക്ട് ചെയ്യുന്നത്? അവർ 10,000 ആളുകളെയാണ്, 10,000 ബെസ്റ്റ് ഐഡിയാസിനാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ് ലെവൽ എക്സിബിഷൻ ആൻഡ് പ്രൊജക്ട് കംപ്ലീഷൻ SLEPC for further short listing of top 1,000 ideas or innovations. At this stage, NIF will provide mentoring support to students for developing of prototypes at state level by NIF. The coordination with the reputed academic and technology institutions of the country for development of the prototypes. Okay, just ക്യുക്കായിട്ട് വായിച്ചാണ്. അതിൽ നിന്ന് എന്ത് ചെയ്യും, അവരെ 1,000 ഐഡിയാസ് സെലക്ട് ചെയ്യുകയും അവർക്ക് നമ്മൾ മെൻറ്റർഷിപ്പും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കും. ഓക്കെ, അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെൻറ്റർഷിപ്പും കാര്യങ്ങളൊക്കെ ആര് കൊടുക്കും? ഗവൺമെൻറ് കൊടുക്കുന്നതാണ്. സെലക്ഷൻ ഓഫ് ഐഡിയാസ് ഓർ ഇന്നോവേഷൻസ് വിൽ ബി ബേസ്ഡ് ഓൺ നോവൽറ്റി, സോഷ്യൽ അപ്ലിക്കബിലിറ്റി, എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലിനെസ്, ദെൻ യൂസർ ഫ്രണ്ട്ലിനെസ് ആൻഡ് ദ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഓവർ ദ എക്സിസ്റ്റിംഗ് സിമിലർ ടെക്നോളജീസ്. ഇന്നോവേറ്റീവ് ആവണം എന്നുള്ളതാണ് അതിൻ്റെ ഷോർട്ട് ഫോം. ഓക്കെ, അതായത് നിങ്ങൾ കണ്ടുപിടിക്കുന്ന ഐഡിയ എന്തായിരിക്കണം? ഇന്നോവേറ്റീവ് ആയിരിക്കണം. അതായത് ഇപ്പോഴുള്ള ഐഡിയാസിനൊക്കെ ഡിഫറൻ്റ് ആയിരിക്കണം. ഏതെങ്കിലും ഒരു സോഷ്യൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതായിരിക്കണം. എൻവയോൺമെൻറ്റ്, അതായത് എക്കോ ഫ്രണ്ട്ലി ആയിരിക്കണം, യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഷോക്കേസിംഗ് 1,000 ബെസ്റ്റ് ഐഡിയാസ് ഓർ ഇന്നോവേഷൻസ് അറ്റ് നാഷണൽ ലെവൽ എക്സിബിഷൻ ആൻഡ് പ്രൊജക്ട് കോമ്പറ്റീഷൻ NLEPC ആൻഡ് ഷോർട്ട് ലിസ്റ്റിംഗ് ഓഫ് ടോപ്പ് 60 prototypes or innovations for national awards and further direction. ഈ 1,000 ആളുകൾ എന്ത് ചെയ്യും? നാഷണൽ എക്സിബിഷനിൽ കൊണ്ടുവരും. അതിൽ നിന്ന് 60 ആളുകളെ വീണ്ടും സെലക്ട് ചെയ്യും. 1 lakh നിന്നാണ് ഈ വന്നത് അല്ലേ? 1 lakh ആളുകളിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇപ്പോൾ എത്ര പേരിലോട്ടെത്തി? 60 ആളുകളോടെത്തി. കൺസിഡറിംഗ് ഓഫ് ടോപ്പ് 60 ഐഡിയാസ് ബൈ NIF ഫോർ പ്രോഡക്റ്റ് ഓർ പ്രോസസ് ഡെവലപ്മെന്റ് ആൻഡ് കണക്ടിംഗ് ദം വിത്ത് അതർ സ്കീംസ് ഓഫ് NIF or DST ആൻഡ് ഡിസ്പ്ലേ ഓഫ് ടോപ്പ് ഇന്നോവേഷൻസ് അറ്റ് ദ ആനുവൽ ഫെസ്റ്റിവൽ ഓഫ് ഇന്നോവേഷൻ ആൻഡ് ഓൺടർപ്രണർഷിപ്പ് FINE. ഓക്കെ, അവരുടെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ആ ഒരു 60 ആളുകളിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് പ്രോഗ്രാംസ് ഇന്നോവേഷൻസുമായിട്ട് ബന്ധപ്പെട്ട, ഇതുപോലെ ഓൺടർപ്രണർഷിപ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രോഗ്രാംസിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും എന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒരുപാടുണ്ട്, നമ്മൾ അതിലോട്ട് കിടക്കുന്നില്ല. അപ്പോൾ അതാണ് ആക്ച്വലി നമ്മൾ ഈ ഒരു വർക്ക് ഫ്ലോ ആയിട്ട് എന്ത് ചെയ്തത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു രീതിയിൽ കൊടുത്തിട്ടുള്ളത്. ആദ്യം ഒരു 1 lakh സ്റ്റുഡൻസിന് എന്ത് ചെയ്യും? സ്കൂൾസിൽ നിന്ന് സെലക്ട് ചെയ്യും. അതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഓക്കെ, അത് ഓരോ സ്കൂൾസിൽ നിന്ന് 10 lakh സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യും. അതിൽ നിന്ന് എന്ത് ചെയ്യും? 1 lakhiലോട്ട് എത്തും. പിന്നെ സ്റ്റേറ്റിലോട്ട് എത്തുന്ന സമയത്ത് ഒരു 10,000 എത്തും. നാഷണൽ ലെവലിൽ എത്തുമ്പോൾ 1,000 എത്തും. പിന്നെ അതിൽ എന്ത് ചെയ്യും? ഒരു 60 ആളുകളായിട്ടാണ് എന്ത് ചെയ്യുന്നത്? അതിങ്ങനെ വന്ന് ലാസ്റ്റ് എത്തുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു രീതിയിലാണ് ആക്ച്വലി അതിൻ്റെ ഒരു ഫണലിംഗ് നടക്കുന്നത്. അതിൻ്റെ ഓരോ സ്റ്റെപ്പുകൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സംഭവം നമ്മുടെ ഈ PDF ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്യാം, നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ മുന്നേ വർഷങ്ങളിൽ നടന്നിട്ടുള്ള ഡിഫറൻറ്റ് പ്രോഗ്രാംസ്. അതിൻ്റെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള സ്റ്റുഡൻസ്, കേരളത്തിൽ നിന്ന് മാത്രമല്ല പല ഭാഗത്തുള്ള സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതിലെ ഫോട്ടോസും കാര്യങ്ങളും കാണാം. പല ഇയറിൽ വന്നിട്ടുള്ള ടോപ്പേഴ്സ്, അതിലുള്ള വിന്നേഴ്സ്, അവർക്ക് അവാർഡ്സ് കൊടുക്കുന്നത്, അതിനുള്ള ചെക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്, അവർക്കുള്ള ഓറിയൻറ്റേഷൻ പ്രോഗ്രാംസ് കാര്യങ്ങൾ, അതിൻ്റെ ഫോട്ടോസാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവരുമായിട്ടുള്ള, നിങ്ങൾക്കറിയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ടെക്നോളജിയിൽ ഏറ്റവും എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യും? നിങ്ങളെ മീറ്റ് ചെയ്യാൻ വരും, നിങ്ങളുടെ പ്രൊഡക്ട്സ് കാണാൻ വരും, നിങ്ങളുടെ പ്രോട്ടോടൈപ്പ് കാണാൻ വരും, നിങ്ങളുടെ എക്സ്പെരിമെൻ്റ് ആണ് എന്താണെന്ന് വെച്ചാൽ അത് ചോദിച്ചറിയാൻ വേണ്ടി വരും. അപ്പോൾ അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ, അവരോട് ഇൻട്രാക്ട് ചെയ്യാൻ ഇതിനൊക്കെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഇതെന്തായാലും പ്രൈം മിനിസ്റ്റർ കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് വരുന്ന ആളുകളെല്ലാവരും, പ്രൈം മിനിസ്റ്റേഴ്സ്, പ്രസിഡന്റുമാർ, ചീഫ് മിനിസ്റ്റേഴ്സ്, ഇവരൊക്കെ എന്ത് ചെയ്യും? ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു പ്രോഗ്രാമിൻ്റെ പാർട്ടായിട്ടും വിസിറ്റ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യും? അവർ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഡിഫറെൻറ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി നോക്കിയാൽ കാണാൻ പറ്റും. ഓക്കെ, ഇനിയും കുറേ ഡീറ്റെയിൽസ് ഉണ്ട്, ഇതിന് കുറേ FAQസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതോട് ഇപ്പോൾ നമ്മൾ കിടക്കുന്നില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇൻസ്പയർ അവാർഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഹൈസ്കൂൾ സ്റ്റുഡൻസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, കുറേ ആളുകൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാമിലോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്ന സമയത്ത് നമ്മുടെ ചാനലിൽ വീഡിയോ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ ആദ്യത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ മിസ്സാവുന്നത് നമുക്കിതിനെക്കുറിച്ചൊരു അറിവില്ലായ്മ കൊണ്ടാണ്. ഇങ്ങനെയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ള അറിവില്ലായ്മ കൊണ്ടാണ്. അപ്പോൾ ഇനി അത് സംഭവിക്കാൻ പാടില്ല. ഇതിൽ സയൻസ് ഫെയറിനൊക്കെ നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും, അതിലൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, നമ്മളങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഭീകരമായുള്ള ഐഡിയ എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ഐഡിയയുടെ അതിൻ്റെ ഒരു ഫീസിബിലിറ്റി എത്രമാത്രം ഉണ്ട്, നിങ്ങളൊരു സൊല്യൂഷൻ, ഒരു പ്രോബ്ലത്തിലുള്ള സൊല്യൂഷൻ കൊടുക്കുകയാണോ, അതൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ടോ, എങ്കിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ സ്കൂളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. സ്കൂൾസിൽ നിന്ന് ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, നാഷണൽ ലെവൽ, അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് അതിൻ്റെ ഒരു സെലക്ഷൻ പോകുന്നത്. അപ്പോൾ അതിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും, വളരെ വലിയൊരു എക്സ്പോഷർ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുള്ള ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അവിടുത്തെ ഫെസിലിറ്റീസ് യൂസ് ചെയ്യാനും, ഇനി ഭാവിയിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ അതൊരു ബിസിനസ്സാക്കി മാറ്റിയിട്ട് ഒരു ഫ്യൂച്ചറിലോട്ട് ഒരു സ്റ്റാർട്ടപ്പ് ആക്കി മാറ്റാനും എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ സപ്പോർട്ട് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇൻസ്പയർ അവാർഡ് അത്രയും പ്രസ്റ്റീജിയസ്
പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു അവാർഡാണ്. അപ്പോൾ അത് സ്റ്റുഡൻസിന് മാത്രമല്ല അതിൻ്റെ മുകളിൽ ആളുകൾക്ക് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത്രയും വലിയൊരു വിങ് ആണ് ആക്ച്വലി ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു ഇൻസ്പയർ അവാർഡ്സ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആ ഓപ്പർച്യൂണിറ്റീസിലൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന എല്ലാത്തിലും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, നല്ല രീതിയിലുള്ള എക്സ്പോഷേഴ്സ് നേടിയെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ചാനൽ വരുന്നതാണ്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. താങ്ക്